ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി ചമ്മന്തിയാണ്. എന്തൊരു ചോറ് വേണേലും വേറെ ഒരു കറിയും വേണം. നല്ല കുത്തരിച്ചോറ്. ചൂടുള്ള ചോറിനുണ്ടല്ലേ ചമ്മന്തി അടിപൊളിയാ. പിന്നെ ചക്ക തിന്നാനും കപ്പ തിന്നാനും ഒക്കെ ഈ ചമ്മന്തി നല്ലതാണ്. ചെണ്ടമുറിയും കപ്പ ഇങ്ങനെ തൊട്ടിട്ടുണ്ടല്ലോ, കടിച്ചു ചേമ്പൊക്കെ തിന്നാനും നല്ല എല്ലാ സാധനവും കഴിക്കാം. ഇത് ചമ്മന്തിക്ക് ഒരു പ്രത്യേകതയുള്ള ചമ്മന്തിയാണ്. എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാം. ഇന്നതെല്ലാം നല്ല സർവ്വ സാധനങ്ങൾ നമുക്ക് ചമ്മന്തി കൂട്ടി കഴിക്കാം. ചമ്മന്തി ചെലവ് വളരെ കുറവ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ എന്നും എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ചമ്മന്തി എന്ന് പറഞ്ഞത്. മുള പിടിച്ചൊരു ചമ്മന്തി. പക്ഷെ എന്ത് ഭക്ഷണത്തിനും ഒരു ചമ്മന്തിയാണ്. ചക്ക പിടിഞ്ഞാലും ഒരു ചമ്മന്തി, ഒരു ഉടച്ച ചമ്മന്തിയാണ്. ഉപ്പുനീരും വെള്ളവും എല്ലാം കൂടെ ഒഴിച്ചിട്ട്, അടവരകയല്ല, പാത്രത്തിനകത്ത് ഉപ്പുനീര് ഒഴിക്കും. ഉപ്പുനീര് ഒഴിച്ചിട്ട് 2 പച്ചമുളക്, ഒരു ചുവന്നുള്ളി എല്ലാം കൂടെ, വെളുത്തുള്ളി എല്ലാം കൂടെ ഉടച്ചിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അത് തൊട്ടുകൂട്ടുക. ചക്ക അതെ തൊട്ടുകൂട്ടുക. എന്തിനൊരു ചമ്മന്തിയുണ്ട്. അടവലക ചമ്മന്തി വേറെ. അത് കപ്പ ചുട്ട് തിന്നാനും ഒക്കെയാണ് ഈ അടവലക ചമ്മന്തി ആയിരിക്കും. അങ്ങനെ പല സൈസ് ചമ്മന്തികളാണ്. അന്ന് എല്ലാ വീടുകളിലും എല്ലാവരും ചമ്മന്തി ആയിരിക്കും. എത്ര കറി ഉണ്ടെങ്കിലും തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങാ ചമ്മന്തി ആയിരിക്കും. എത്ര കറി ഉണ്ടെങ്കിലും ഒരു ചമ്മന്തി വേണം, അത്യാവശ്യമായിരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചമ്മന്തിക്കായിട്ട് അമ്മ എടുത്തിട്ടുള്ളത് വറ്റൽമുളക് അല്ലേ? സാധാ വറ്റൽമുളക് അല്ലേ? സാധാ വറ്റൽമുളക്. ഒരു 5 മുളകുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് ചുമന്നുള്ളി എടുക്കുന്നുണ്ട്. 5-6 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി കൂടുതൽ വേണം. ഇത് നമ്മുടെ പഴയകാല ചമ്മന്തിയുടെ ഏതാണ്ട് ചായ്വിലുള്ള ചമ്മന്തിയാണ്. അപ്പൊ ഈ ചുമന്നുള്ളി നമ്മളൊന്ന് ചൂടും, അടുപ്പ് വെച്ചൊന്ന് വാട്ടിയെടുക്കും. വാട്ടിയെടുക്കുമ്പോഴൊന്നും നമ്മൾ ഇതിന്റെ കമ്പിയാൽ ഇങ്ങനെ കുത്തും. ഇത് ചുവന്നുള്ളി നഷ്ടപ്പെട്ടു പോയത് എടുക്കാൻ ഭയങ്കര പാടാണ്. നമ്മുടെ ഈ പുതിയ അടുപ്പായതുകൊണ്ട് ഈ ചുവന്നുള്ളി എടുക്കാൻ നമുക്ക് എടുക്കാൻ പാടാ. അപ്പൊ നമ്മൾ ഇങ്ങനെ കമ്പിയൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ കമ്പിയൽ ഇങ്ങനെ കോർത്തിട്ടുണ്ട്. നമ്മളിപ്പോ അടുപ്പിലല്ലേ, കനലിലല്ലേ ചൂടുന്നത്? കനലല്ല. പക്ഷെങ്കിൽ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് കനല് ഉള്ള അടുപ്പില്ലെങ്കിൽ, അതായത് വിറകടുപ്പില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമ്പിയേല് വെച്ചിട്ട് ഗ്യാസിൽ വെച്ചും ചുട്ടെടുക്കാം. പിന്നെ നമ്മൾ പപ്പടം കാച്ചുന്നൊക്കെ വല പോലെ ഒരു സാധനമുണ്ട്. അത് വെച്ചിട്ട് ചൂടാക്കി, ഗ്രില്ല് പോലെ ഇരിക്കണം അല്ലേ? അത് വെച്ച് ചൂടാക്കിയിട്ട് ഈ ഉള്ളി ഇരിക്കുന്ന കമ്പിയെ കുറച്ച് അതേ വെച്ചും ചൂടാക്കി എടുക്കാം. ഈ ചൂടാക്കി അരയ്ക്കുമ്പോൾ അതിന്റെ പ്രത്യേക രുചിയുണ്ട്. ഇതിന്റെ അത് ഈ കമ്പി ഇതിനകത്ത് വെക്കാൻ കാരണം എന്താ? നമ്മുടെ അടുപ്പിന് കുറച്ച് ഉള്ളിലേക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ അടുപ്പ് എന്ന് വെച്ചാൽ പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ മുളകും കൂടെ അതിന്റെ കൂടെ ചുട്ടെടുക്കാം. ഒരു വശത്തിട്ട് നമ്മള് മുളക് ചുട്ടെടുക്കാം. ഒരു വശത്ത് മുളകും അല്ലെ? ഒരു വശം ഉള്ളി വെച്ചിട്ടുണ്ട്. ഉള്ളി ചാരവും ചൂട് ചാരവും എല്ലാം കൂടെ നീക്കിയിട്ടുണ്ട്. ഉള്ളി ഒന്ന് വാടാൻ. ഇത് വെറുതെ കനലിലേക്ക് അല്ല. അതൊന്ന് കാണിച്ചോ എങ്ങനെയാന്ന്. ഇതേ കണ്ടോ, ഇതിങ്ങനെ ചാരമൊക്കെ ഇതിന്റെ മണ്ടയിലോട്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. ആ ചൂടോടിരുന്നത് വേവണം. അല്ല കനൽ എരിഞ്ഞ നീക്കാത്തിട്ടാൽ അത് വാടിപ്പോയി. അപ്പൊ ഇത് ചാരത്തിന്റെ അകത്തേക്ക് ഈ മുളക് നമുക്ക് ഇതുപോലെ ചാരത്തിലോട്ട് ഇടാം. എന്നിട്ട് ഇനി എന്റെ മൂടുവോമേ? ഇല്ല, മൂടില്ല. മുളക് മൂടില്ല, ഉള്ളി മൂടും. മുളക് ഇങ്ങനെ വീർത്ത് വരും ഇങ്ങനെ പൊള്ളുമ്പോഴും കണ്ടോ. അപ്പൊ ഞാൻ ഈ മുളക് എണ്ണയായിട്ടേക്കുന്നത് 5 മുളക് ഇട്ടേക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് മുളക് എടുക്കാൻ പാടാ. നമ്മൾ മറന്നു പോകും മുളക്. അത്ര മുളക് 5-ന് 4 എടുത്തോളെങ്കിൽ പിന്നെ നമുക്ക് കരിഞ്ഞ നാറി പല നമ്മള് ചുമച്ച. അപ്പൊ മുളക് മൂത്തു. അത്രയും സമയം മതി മുളക് മൂക്കാൻ. ഞാൻ കട്ട് ചെയ്യാറുണ്ട് കാണിച്ചപ്പോ ഇത്രയും മതി മുളക് മൂക്കാനായിട്ട്. ഇനി ഒരെണ്ണം കൂടെ കിട്ടാനുണ്ട്. വേണ്ട. യെസ്. ഇത് നമ്മുടെ ഉള്ളി എടുക്കാറായിട്ടില്ല കേട്ടോ. ഉള്ളി കുറച്ചു നേരം കൂടി ഇരിക്കണം അല്ലേ? ഒന്ന് വാടണം. ഉള്ളി ഇടയ്ക്കിടെ തിരിച്ചു മറിച്ച് വെക്കണം. അത് ഒന്ന് മറിച്ച് വെക്കണം. എന്റെ 2 വശം ചൂട് ചാരം ഇട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ. അങ്ങനെ നമ്മുടെ മുളക് അമ്മത് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചാരമൊക്കെ നമുക്ക് തൂത്ത് കളയാം. പക്ഷെ ഈ ചാരത്തിന് രുചിയുണ്ട് കേട്ടോ. സ്മോക്കി, അതായത് നമ്മളിപ്പൊ ഈ ഇറച്ചിയൊക്കെ നമ്മള് സ്മോക്ക്ഡ് നമ്മള് ബാർബിക്യൂ ഒക്കെ കഴിക്കത്തില്ലേ, അതുപോലത്തെ ചമ്മന്തിയാണിത്. അതിന് ഒരു പുകച്ചവയുണ്ടല്ലോ ബാർബിക്യൂ. ഈ അടുപ്പിലിട്ട് ചുട്ടെടുക്കുന്നതിന്റെ പ്രത്യേക രുചിയാ. അപ്പൊ നമ്മൾ ഇതിന്റെ ഞെട്ടൊക്കെ അങ്ങ് പറിച്ചു കളയും. പിന്നെ ഞങ്ങളൊക്കെ പണ്ടൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ ഈ മുളക് ചുട്ടിട്ട് കഞ്ഞിക്കകത്ത് ഉടയ്ക്കും. കഞ്ഞിക്കകത്ത് ഉടച്ചിട്ട് ഞങ്ങൾ കഞ്ഞി വാരി തിന്നും. വെറുതെ മുളക് ചുട്ടിട്ട് ഉടയ്ക്കും. ചുട്ടടച്ചെങ്കിലേ രുചിയുള്ളൂ. പച്ചമുളക് ഉടച്ചാൽ കൊള്ളില്ല. അങ്ങനെ നമ്മുടെ ഉള്ളി അടുപ്പിലിട്ട് വാട്ടി എടുത്തിട്ടുണ്ട്. ഒരുപാട് വേവരുത്, ഒന്ന് വാടി നമ്മളിങ്ങനെ ഞെക്ക് വേണം. ആ ഭാഗത്താകുമ്പോൾ നമ്മൾ ഉള്ളി എടുക്കണം നമ്മൾ. അപ്പൊ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലിട്ടൊന്ന് പൊളിച്ചെടുക്കാം. നമുക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ഇതും ഇതിന്റെ പൊടിയൊക്കെ കളയണം അല്ലേ? പൊടി കളയണം. ചാരം കൊത്തിക്കളയണം അല്ലേ? ചാരം കൊത്തിക്കളഞ്ഞിട്ട് നമ്മള് ഇത് പൊളിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ മുളക് ചുട്ട് റെഡിയാക്കി വെച്ച് ഉള്ളി വാട്ടിയെടുത്ത് നമ്മൾ പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് വേണ്ടുന്ന കല്ലുപ്പാണ്. ഇത്രയും കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് കല്ലേ വെച്ച് നന്നായിട്ടൊന്ന് അരയ്ക്കാം. വേറെ ഇതിന് പല ചേരുവകളുണ്ട്. അപ്പൊ നമുക്കിത് കല്ലേ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരയണം. ആദ്യം നമ്മൾ ഉപ്പും മുളകും കൂടാണ് അരയ്ക്കുന്നത്. ഉപ്പും മുളകും കൂടെ അരയ്ക്കണം. അറിയാൻ എളുപ്പം.
ഈ ഉപ്പിന്റെ ഒരു കല്ല് പോലത്തെ ഇതും മുളവരിയൊക്കെ അരഞ്ഞു വരും. ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ അരയത്തില്ല. ഇങ്ങനെ അരച്ചടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലും ഒരു ചമ്മന്തി ആയി. അല്ല ഒരു മണമല്ലേ മുളക് ചുട്ടി ചമ്മന്തി അരയ്ക്കുമ്പോ. അങ്ങനെ നമ്മുടെ മുളക് അത്യാവശ്യം നന്നായിട്ട് അരച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ കല്ലിൽ അരച്ചത് പാള കൊണ്ടാണ് ഇവിടെ പഠിച്ചെടുക്കുന്നത്. ഉള്ളി വാട്ടിയതാകുമ്പോ തെറ്റലുണ്ടാവും ഉള്ളിക്ക്. ഇനി ഉള്ളി വെച്ച് അരയ്ക്കും അല്ലേ. അപ്പൊ ഇത് കുറച്ച് ഉള്ളി വെച്ച് അരയ്ക്കണം, അല്ലെ തെറിച്ചു പോകില്ലമ്മ. ഉള്ളി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും പിന്നെ മുളക് ഒരു വെള്ളമയം വന്നിട്ട് കുറച്ചും കൂടി അങ്ങ് സോഫ്റ്റ് ആയിക്കോളൂ അല്ലേ. ഇതാണ് നമ്മളുടെ അരപ്പിങ്ങനെ അരകലില്ലാത്തവർ ഇടിച്ചെടുത്താൽ മതി അല്ലേ. ഉള്ളി ഇങ്ങനെ വാട്ടി. ഇനി അല്ലെങ്കിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇടികല്ലും ഇല്ലെങ്കിൽ കുഞ്ഞു ജാറിന്റെ അകത്തിട്ട് അല്ലേ എല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് നന്നായിട്ടങ്ങ് അരച്ചാലും അപ്പൊ പൊടിഞ്ഞാണ് ഒരു പ്രത്യേക രീതിയിൽ കിട്ടും. പക്ഷെ അരയ്ക്കണ ഒരു ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പോലും അല്ലെ. അരയ്ക്കുമ്പോ അതൊരു പ്രത്യേക ഒരു ടെസ്റ്ററിലാണ് അരഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് കണ്ടില്ലേ ആ ഒരു ചമ്മന്തിയുടെ ഒരു ടെസ്റ്റർ നമ്മൾ മിക്സിക്കകത്ത് അരയ്ക്കുമ്പോ പൊടിയണ പോലെ കുഴയണ പോലെ അല്ല അരകല്ലിൽ അരയ്ക്കുമ്പോ വരുന്നത്. അപ്പൊ എല്ലാ സാധനവും അങ്ങനെ. ഉള്ളി ഇത്രയാണോ അരയ്ക്കത്തുള്ളൂ, ഒത്തിരി അങ്ങ് മഷി പോലെ ഉള്ളി അരയ്ക്കത്തില്ല അല്ലെ. ഒന്ന് ചതച്ച് കൂട്ടിയാണ് ഉള്ളി എടുക്കണം അല്ലെ. അതേ മതി. പാളമുറിക്ക് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കല്യാണം മൊത്തം പോരും. അല്ല നമ്മള് കൈ കൊണ്ടൊക്കെ പഠിച്ചിട്ട് പകൽ കൈ കൊണ്ട് പഠിക്കും, കൈ കൊണ്ട് എടുക്കത്തില്ല, കൈ കൊണ്ട് പഠിക്കത്തില്ല അല്ലെ. അപ്പൊ ഇനി ഒരു പാത്രത്തിലേക്ക് അത് വടിച്ച് കോരിതേ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തി റെഡി ആയിട്ടില്ല. ഇനി ഇതിന്റെ അകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഒക്കെ ചേർക്കാനായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് നമ്മളിപ്പോ പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ ചേർക്കണേ നമുക്ക് നോക്കാവേ. നമ്മളിത് അരച്ചെടുത്ത സംഭവം ഇത് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ കാണിച്ചു തരാം ഞാനൊന്ന്. അരകല്ലിൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത ഉള്ളിയും ഉള്ളി ചുട്ടതും മുളക് ചുട്ടതും ഉപ്പും കല്ലുപ്പും കൂടെ അല്ലെ അരച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. നമ്മൾ സാധാ മുളക് അരയ്ക്കുന്ന ഒരു കളറേ അല്ല ഇതിന് അല്ലെ. ഇതിനൊരു ബ്ലാക്കിഷ് കളറിൽ വരുന്ന ഒരു സംഭവമാണ്. ഒരു ബ്രൗൺ ബ്ലാക്ക് ആ രീതിയിലാണ് ഇരിക്കുന്നത്. നല്ല റെഡിലല്ല ഇതിരിക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് ചേർക്കുന്ന മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയന്റ് ഏതാണ്? നമ്മൾ വാളംപുളിയാണ്. വാളംപുളി ഇതിന്റെ കൂടെ വെച്ച് നമ്മൾ അരയ്ക്കുമല്ലായിരുന്നു. വാളംപുളി നമ്മളിങ്ങനെ എടുത്തിട്ട് ശകലം വെള്ളത്തിനകത്ത് ഈ വാളംപുളി ഇങ്ങനെ നല്ല പോലെ ഞെരടി പിഴിഞ്ഞെടുക്കണം. നല്ല കൊഴുത്ത വെള്ളമായിരിക്കണം. വാളംപുളി ഇതിന്റെ കൂടെ അരയ്ക്കരുത്. ഇത് വേറെ ഇങ്ങനെ അല്പം വെള്ളം ഒഴിച്ചിട്ട് കുറുകൻ ചാറ് അല്ലേ. കുറുകൻ ചാറ് വേണം. അപ്പൊ നമ്മൾ ആദ്യം ഇതിനകത്തോട്ട് ഒഴിക്കാം. നമുക്ക് നമ്മൾ ആവശ്യത്തിന് ഇപ്പൊ ചേർത്ത വേണമെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് ചേർക്കാം. ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനോട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും നമ്മള്, പച്ച വെളിച്ചെണ്ണ. അപ്പൊ ലേശം ചമ്മന്തിയുടെ ഒക്കെ മിക്ക ചമ്മന്തിയുടെയും പ്രധാന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് വെളിച്ചെണ്ണ അല്ലെ. വെളിച്ചെണ്ണ. അപ്പൊ വാളംപുളി അങ്ങനെ ഇങ്ങനെ കുറുക്കി വെച്ചിരിക്കുന്ന അവിടെ ഇരിപ്പുണ്ട്. നോക്കാം നമുക്ക്. ടേസ്റ്റ് നോക്കി നോക്കി ചേർത്ത് കൊടുക്കണം അല്ലെ. പുളി കൂടി പോവരുത്. അപ്പൊ നമ്മൾ നന്നായിട്ട് അതൊന്ന് ചാലിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പുളി ഞാനിപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ശകലം പുളിയും കൂടെ വേണം. അപ്പൊ നമുക്ക് ശകലം പുളിയും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇത്രയും മതി. നമ്മള് വീണ്ടും മിക്സ് ചെയ്യുക അല്ലെ. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറവാന്ന് തോന്നുവാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അല്ലെ. ഇനി ചേർക്കുമ്പോ ഒന്നില്ലെങ്കിൽ ഉപ്പ് നീരോ അതല്ലെങ്കിൽ പൊടി ഉപ്പോ അല്ലെ. കല്ലുപ്പിനി ചേർത്ത് കഴിഞ്ഞാൽ മിക്സ് ആവാൻ ഭയങ്കര പാടായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് കാണിച്ച്. അപ്പൊ ഇത് വളരെ എളുപ്പമാണ് ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തി അല്ലെ. അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചമ്മന്തിയാണ്. എന്തൊരു ചോറ് വേണേലും വേറെ ഒരു കറിയും വേണം. നല്ല കുത്തരിച്ചോറ്. ചൂടുള്ള ചോറിനുണ്ടല്ലേ ചമ്മന്തി അടിപൊളിയാ. പിന്നെ ചക്ക തിന്നാനും കപ്പ തിന്നാനും ഒക്കെ ഈ ചമ്മന്തി നല്ലതാണ്. ചെണ്ടമുറിയും കപ്പ ഇങ്ങനെ തൊട്ടിട്ടുണ്ടല്ലോ കടിച്ചു ചേമ്പൊക്കെ തിന്നാൻ എല്ലാ സാധനവും കഴിക്കാം. ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേകതയുള്ള ചമ്മന്തിയാണ്. എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാം. ഇന്നതെല്ലാം നല്ല സർവ്വ സാധനങ്ങൾ നമുക്ക് ചമ്മന്തി കൂട്ടി കഴിക്കാം. ഈ ചമ്മന്തി ചെലവ് വളരെ കുറവ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ചമ്മന്തി ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്കും കമന്റും ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം.
അപ്പൊ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ, നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഈ ചമ്മന്തി ഒന്ന് അരച്ചു നോക്കണം, അതിന്റെ രുചി അറിയണമെങ്കിൽ കല്ലിൽ തന്നെ അരച്ചു നോക്കാൻ ശ്രമിക്കണം അല്ലെ. കല്ലുള്ളവർക്ക് കല്ലിൽ അരക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടിയലിനകത്ത് ശരിക്ക് ഇടിച്ചിടിച്ചിടിച്ച് നമ്മൾ അത് ചില മെനക്കേടാ. അപ്പൊ നമ്മൾ അരക്കും, പക്ഷെ കല്ലിൽ അരക്കുന്ന രുചി വരത്തില്ല എന്തിനരച്ചാലും. അപ്പൊ നിങ്ങൾ ഇതുപോലെ ചമ്മന്തി അരച്ചു നോക്കി രുചി നല്ല അടിപൊളി ചമ്മന്തിയാണ്. നമുക്ക് ഒരു കറിയിൽ പിള്ളേർക്ക് ചോറ് കൊണ്ടുപോകാനും ഒക്കെ കൊള്ളാം ഇത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.